ശ്രീ സി രാധാകൃഷ്ണൻ കൂടി നമുക്കൊപ്പം എത്തുന്നത്. സി രാധാകൃഷ്ണൻ, അങ്ങേക്ക് ദീർഘകാലത്തെ ബന്ധമായിരിക്കില്ല പ്രൊഫസറുമായി ശ്രീ സാനുമാഷുമായി ഉണ്ടായിരുന്നത്. ആത്മബന്ധത്തെ എങ്ങനെ ഓർക്കുന്നു? അദ്ദേഹത്തെ വിയോഗം ഒരു വലിയ ശൂന്യതയുടെ അടയാളമാക്കി കൂടി കാണേണ്ടേ? സാനു മാസ്റ്റർ ഒരു കാലഘട്ടത്തിന്റെ ഗുരുനാഥനായിരുന്നു. അദ്ദേഹം നമുക്ക് ചെയ്തു തന്നത് എന്തെന്ന് അറിയണമെങ്കിൽ ഇനി അദ്ദേഹം ഇല്ലാത്ത ഒരു കാലത്ത് ജീവിക്കാനുള്ള ഭാഗ്യദോഷത്തിന്റെ രുചി നമ്മൾ അറിയണം. ഒരു നല്ല ഗുരുനാഥൻ പ്രകൃതിയുടെ പറയാറുണ്ട്. അത് ആരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമല്ല, സ്വയമേവ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. വളരെ അപൂർവമായിട്ടേ അങ്ങനെയുള്ളവരുണ്ടാവുള്ളൂ. അവരെ പഠിപ്പിക്കുന്ന വിഷയം മാത്രമല്ല അവർ നമ്മളെ പഠിപ്പിക്കുന്നത്. എങ്ങനെ ജീവിക്കണം ഈ ഭൂമിയിൽ, എന്ത് ധർമ്മം പാലിക്കണം, പ്രപഞ്ചത്തെ എങ്ങനെ കാണണം, നമ്മുടെ ചുമതലകൾ എന്താണ്, പ്രാഥമികമായി അവകാശങ്ങൾ എന്താണ് എന്നതിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ് ഗുരുനാഥന്മാര്. മരിച്ചു പോവുക എന്നത് അനിവാര്യമായ ഒരു പരിണതിയാണ്. നമുക്കതിനെതിരെ ഒന്നും ചെയ്യാനില്ല. വ്യക്തിപരമായ ദുഃഖം എന്നുള്ളത് സ്വാഭാവികം. അത് നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ അന്ത്യത്തോളം ഉണ്ടാവുകയും ചെയ്യും. നീക്കിയാൽ പോകുന്ന ഒരു കാര്യമല്ല. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്? കവിത എങ്ങനെ വായിക്കണം എന്ന് പഠിപ്പിച്ചു. കവിതയിലെ സമത്വബോധം എങ്ങനെയാണ് കവികൾ പ്രകടിപ്പിച്ചത് എന്ന് പഠിപ്പിച്ചു. എന്താണ് നമ്മുടെ ഭൂമിയോട്, നമ്മുടെ ഈ ചുറ്റുപാടോട്, സമൂഹത്തോട് ഒക്കെയുള്ള നമ്മുടെ കടമ എന്ന് പഠിപ്പിച്ചു. എല്ലാറ്റിലുമുപരി മനുഷ്യരെ മാത്രമല്ല, മുഴുവൻ പ്രകൃതിയെയും സേവിക്കാനും കൂടി പഠിപ്പിച്ചു. സൗമ്യമായ ഒരു സമീപനം, ഏറ്റവും നല്ല വാക്കുകളിൽ പറഞ്ഞാൽ വളരെയേറെ സൗമ്യമായ അഗ്നി എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു പ്രതിഭാസം. അതാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരു 4-5 പതിറ്റാണ്ടായി എനിക്കുള്ള ബന്ധം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്തി എന്ന് പറയാൻ ഞാനിപ്പോൾ ആളല്ല. കാരണം അതിനെ അനുഭവപ്പെടണമെങ്കിൽ അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോയ ഒരു കാലത്ത് ജീവിക്കാനുള്ള ഭാഗ്യദോഷം കൂടി എനിക്ക് അനുഭവിക്കേണ്ടതുണ്ട്. മലയാളക്കര അദ്ദേഹത്തോട് എക്കാലത്തും കടപ്പെട്ടിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അത് ഒരു സമുദായത്തോടോ അല്ലെങ്കിൽ ഒരു സമൂഹത്തോടോ ഒരു കൂട്ടുകെട്ടിനോടോ പാർട്ടിയോടോ ഒന്നും ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ സാംസ്കാരികമായ പൈതൃകത്തിന് അദ്ദേഹം നൽകി പോന്ന വ്യാഖ്യാനത്തിന്റെ വെളിച്ചത്തിലാണ് മലയാണ്മ എന്നൊരു സംസ്കൃതി. അതിന്റെ ആഴവും ഉയരവും ഒരുപോലെ എല്ലാ മലയാളികളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള അനാശാസ്യതകൾക്കെതിരെ പ്രതികരിക്കാൻ പലപ്പോഴും ധൈര്യമായി മുന്നിട്ടിറങ്ങിയ അദ്ദേഹത്തെ വലിയ അർത്ഥത്തിൽ ഒരു അനൗപചാരിക ഗുരുനാഥനായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവരെ കണ്ടുപോരുന്നത്. കുറച്ചേ ഉള്ളൂ ഞങ്ങളെയൊക്കെ അപേക്ഷിച്ച് പ്രായ വ്യത്യാസം എങ്കിലും ആ വ്യത്യാസമല്ല, അതിലേറെ വ്യത്യാസം കൊണ്ട് കുട്ടികൾ എന്ന അർത്ഥത്തിലാണ് ഞങ്ങളെക്കുറിച്ച്, എന്നെക്കുറിച്ച് പോലും, എൻ്റെ പ്രായത്തിലുള്ളവരെ കുറിച്ച് പോലും അദ്ദേഹം പറയാറ്. കുട്ടികൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ഉൾപ്പെടുന്ന കേരളത്തിലെ ബാക്കി സമൂഹമാണ്. അദ്ദേഹത്തിന്റെ ഒരു വയസ്സ് താഴെയുള്ള ആരൊക്കെയുണ്ടോ അവരൊക്കെ കുട്ടികളായിട്ടാണ് അദ്ദേഹം കണക്കാക്കാറ്. ഇത്ര വലിയൊരു മനസ്സ്, ഇത്ര വലിയൊരു സ്നേഹം, ഇത്ര ചെറിയ ഒരു ശരീരത്തിനകത്ത് ഇത്രയും വലിയ ഒരു സ്നേഹാവേശം വേറെ ആരിലും ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പോലെ തൻ്റെ കൂടെ പോരുന്ന ആളുകളെ കൂടെ കൂട്ടാനും കൂടെ പോരാത്തവരോട് ഒരിക്കലും മോശമായി പെരുമാറാകാതിരിക്കാനുമുള്ള വലിയ നന്മനസ് കേരളത്തിലെ ബുദ്ധിജീവികൾ എല്ലാ അർത്ഥത്തിലും അങ്ങ് ദീർഘനേരം അനുസ്മരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഓർമ്മകളുടെ, അനുഭവങ്ങളുടെ കടൽ തന്നെ അങ്ങയുടെ മനസ്സിലുണ്ട്. കാരണം പ്രൊഫസർ എം കെ സാനു, അദ്ദേഹം സാംസ്കാരിക കേരളത്തിന് ചാർത്തിയ മുദ്രകൾ, അത് അഭിമാനത്തിൻ്റെ, യാഥാർത്ഥ്യബോധത്തിൻ്റെ മുദ്രകളാണ് എന്ന് തന്നെയാണ് കാലം അടയാളപ്പെടുന്നത്. നന്ദി അനുസ്മരിച്ചതിന്